ഇന്നലെ നമ്മൾ വടകര MP കെ മുരളീധരനോട് ഈ വിഷയം ചോദിക്കുകയുണ്ടായി. അത് ചോദിച്ചിട്ടാണ് ഞാൻ വടകരയിലേക്ക് വന്നത് തന്നെ, തൃശ്ശൂർ. അപ്പോൾ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, പക്ഷേ ആ ബോംബ് രാഷ്ട്രീയം ആയിട്ട് ബന്ധപ്പെട്ട് അത് സ്ഥാനാർത്ഥി അറിയാണ്ടല്ല അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ആ വിഷയത്തിന് പിറകിലെല്ലാം നിൽക്കുന്ന CPM ആണ്. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് വരികയാണ് എന്നുള്ള ഒരു പരാമർശം കെ മുരളീധരനെ പോലുള്ള ഒരു നേതാവാണ് നടത്തുന്നത്. അതൊക്കെ ജനം മനസ്സിലാക്കില്ലേ പറയുന്നതിന്റെ ഒരു നിലവാരം. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്, വ്യക്തമായി ചില പേജുകൾ, കള്ളപ്പേജുകൾ, അതിനകത്ത് വ്യക്തമായ പരാമർശങ്ങൾ, അതും വെച്ച് നടത്തുമ്പോൾ നിങ്ങൾ ആട്ടിൻകുട്ടിന്റെയും ചെന്നായിന്റെയും കഥ പറഞ്ഞാൽ ശരിയാവോ? നീയല്ലേ നിന്റെ തന്ത പണ്ട് വെള്ളം കലക്കിയിരുന്നു എന്ന് പറയുന്ന രീതി പറയുന്നത് ശരിയാണോ? അപ്പോൾ ബോംബിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ബോംബ് സ്ഫോടനത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല ആ സ്ഫോടനത്തിൽ പരുക്കേറ്റ ഒരു യുവാവിന്റെ രക്ഷിതാവ് നാണുവേട്ടൻ, ഞങ്ങളുടെ പാർട്ടി അനുഭാവിയാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ മകനെ കറക്റ്റ് ചെയ്യാനാവുന്നതും ശ്രമിച്ചു. ഞാൻ മാത്രമല്ല എന്റെ പാർട്ടിയും ശ്രമിച്ചു കറക്റ്റ് ചെയ്യാൻ. ചില കുട്ടികൾ ഇങ്ങനെ തലതിരിഞ്ഞ് പോകുമ്പോൾ ചെറുപ്പക്കാര് നമ്മളതിനെ കറക്റ്റ് ചെയ്യാൻ, CPM സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താ, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കറക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പാർട്ടിയായിട്ടൊരു ബന്ധമില്ല, ഇനി പാർട്ടിയുമായിട്ട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ഈ കുട്ടികളെ അങ്ങനെ മാറ്റി നിർത്തിയവരാണ് പലരും. അപ്പോൾ അവർ ഞങ്ങളാരുമല്ല, ഞാൻ അറിയാനേയില്ല. നാണുവേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നല്ല പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്കറിയാം നാണുവേട്ടനെ, പക്ഷേ ഇങ്ങനെയാണ് അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ പാർട്ടിയും കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, കേട്ടില്ല. അപ്പോൾ അതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പം തികച്ചും ഒറ്റപ്പെട്ട് തികച്ചും ചില ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റംകാരനുണ്ടായ ഒരു പ്രാദേശിക സംഭവത്തെ അതും ഇതുമായിട്ട് തുലനം ചെയ്യാം. അത് ഞങ്ങൾക്ക് ആർക്കും ഒരു പങ്കുമില്ല എന്നുള്ള നാട്ടുകാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ടീച്ചറെ, എന്നാലും ഞാൻ ചോദിക്കുന്നത്, നല്ല പ്രചാരണം ആദ്യം തുടങ്ങിയത് ഇടതുപക്ഷമാണ്, ടീച്ചറാണ്. അത് വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത്. ആ സമയത്ത് അത് കുറച്ചൊന്ന് പ്രചാരണത്തെ ഒന്നൊരു പ്രതിരോധത്തിലാക്കിയോ, അങ്ങനെ തോന്നിയോ? ആ സമയത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി LDF ശ്രമിച്ചിരുന്നു, ഇതെന്തോ CPM ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി, കാര്യങ്ങൾ വിശദീകരിച്ചു, പ്രതികൾക്കെതിരെ കേസെടുത്തു, അവരെ എല്ലാവരെയും മിക്കവാറും അറസ്റ്റ് ചെയ്തു. അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ എല്ലാവരുടെയും ഒളിപ്പിച്ചിട്ടിരുത്തായിരുന്നല്ലോ, നമുക്ക് അങ്ങനെയും ചെയ്യാലോ വേണമെങ്കിൽ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. അപ്പം ജനങ്ങൾക്ക് അത് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഒരു ആരാണ് എന്താണ് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം അല്പം പോലും നിലനിൽക്കുന്നില്ല. ബഹുജനങ്ങളാകെ, പ്രത്യേകിച്ച് ആ പരിസര പ്രദേശത്തുള്ള എല്ലാ പാർട്ടിക്കാർക്കും അത് മനസ്സിൽ. പിന്നെ കരുതിക്കൂട്ടി ഇതിനുവേണ്ടി ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെല്ലാ പ്രദേശത്തും ഉണ്ടാവും. അതല്ലാതെ അതിന്റെ മേലെ ഞങ്ങളുടെ പാർട്ടിയാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നുള്ളത് തരുമ്പം ജനങ്ങൾക്ക് അഭിപ്രായമില്ല. അന്ന് ആ സമയത്ത് ഒരു പ്രചാരണം വന്നു ഈ വിഷയത്തില്. CPM നേതാക്കൾ എടുത്ത പ്രതികരണവും അവരുടെ സമീപനവും ഒക്കെ ടീച്ചർക്ക് വിഷമമുണ്ടായി, ടീച്ചർ ഉദ്ദേശിക്കുന്ന രീതിയിലായിരുന്നില്ല അവരുടെ പ്രതികരണങ്ങൾ എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമൊക്കെ ആ ഭാഗത്തെ സമയത്ത് ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷം മറ്റ് CPM നേതാക്കൾ സ്വീകരിച്ച നിലപാടൊക്കെ അത് ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ള ചില വിലയിരുത്തലുകളൊക്കെ ഒരു വശത്തു നിന്നൊക്കെ വന്നിരുന്നു. അല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടും എടുത്തിട്ടില്ലല്ലോ. ആദ്യം പ്രതികരിച്ചത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പാർട്ടിക്ക്. പാർട്ടി തള്ളി പറഞ്ഞ കുറച്ച് ആളുകളാണത്. അത് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. വേറെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം, അതാണ് പാർട്ടിയുടെ അഭിപ്രായം. അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം, അതാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. അപ്പോൾ അതിൽ എനിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കേണ്ട, എന്നെ യാതൊരു തരത്തിലും പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമല്ല.